കോതമംഗലത്തെ ലവ് ജിഹാദ് ആത്മഹത്യാ കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെ പ്രതി ചേർത്തു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പോലീസ് ചുമത്തിയത്. പിതാവ് റഹീം രണ്ടാം പ്രതിയും മാതാവ് ഷെരീഫ മൂന്നാം പ്രതിയുമാണ്. കോതമംഗലത്തെ ലവ് ജിഹാദിൽപ്പെട്ട 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി റമീസിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, പ്രതി റമീസിനെ തിങ്കളാഴ്ചയാണ് കസ്റ്റഡിയിൽ വാങ്ങും. ഒപ്പം മാതാപിതാക്കളെയും പ്രതി ചേർത്ത് കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഈ പ്രതിയായിട്ടുള്ള പ്രതി റമീസിനെ മാത്രം പിടികൂടികൊണ്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള നീക്കമാണ് നടത്തിയത്. ഇപ്പോൾ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും മറ്റു പ്രതികളിലേക്ക് പോകാതെ പോലീസ് ഒരുപക്ഷെ സംരക്ഷണം ഒരുക്കുകയായിരുന്നു എന്നുള്ള കടുത്ത വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റുള്ളവരെ കൂടി പ്രതി ചേർക്കാൻ തയ്യാറായിരിക്കുന്നത്. കൃത്യമായി പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ആരൊക്കെ തന്നെ ഉപദ്രവിച്ചതെന്നും ശാരീരികമായും മാനസികമായും തന്നെ പീഡിപ്പിച്ചു എന്നതുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ഇവർക്കെതിരെ കേസെടുക്കാതെ അവരെ പ്രതി ചേർക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ കടുത്ത വിമർശനം ഉയരുന്നു. കഴിഞ്ഞ ദിവസം 2 കേന്ദ്രമന്ത്രിമാരാണ് ഇവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കോതമംഗലത്തേക്ക് എത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും എത്തിയിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിരോധം സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസിന്റെ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധവും വിമർശനവും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റുള്ളവരെ കൂടി പ്രതി ചേർക്കാൻ പോലീസ് നിർബന്ധിതരായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പ്രതിയുടെ മാതാപിതാക്കൾ ആദ്യ ദിവസം മുതൽ തന്നെ അവർ ഒളിവിൽ പോയിരിക്കുകയാണ്. അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ സഹദ് എന്ന് പറയുന്ന സുഹൃത്ത്, പ്രതിയുടെ സുഹൃത്തും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഈ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സഹദ് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും തടയാൻ ശ്രമിച്ചില്ല എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ഈ സഹദിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ സഹദിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതി റമീസിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കും. ഒപ്പം തന്നെ തെളിവെടുപ്പടക്കമുള്ള നടപടിയിലേക്ക് കടക്കും എന്നും വ്യക്തമായിരിക്കുന്നു. ഇന്ന് കൂടുതൽ നേതാക്കൾ ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഇന്ന് ഈ വീട്ടിലെത്തി ബന്ധുക്കളെ കാണും, പിന്തുണ അറിയിക്കുകയും ചെയ്യും. ശരി, മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.